അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാത്തതും കൊല്ലരുതെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചതും അവളെ എല്ലാം അറിയിക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാത്തിൻ്റെ അവസാനം എന്താവുമെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അച്ഛനെ കഴിക്കാൻ വിളിച്ചില്ലേ? ആ, ഞാൻ വിളിച്ചു. ഇപ്പൊ വരാന്ന് പറഞ്ഞു. സ്നേഹി ആതിരയൊക്കെ കഴിച്ചോ? ആ, അവരൊക്കെ കഴിച്ചു. അനക്ക കഴിച്ചോ? ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുത്തു. അച്ഛനെ നോക്കിയിരിക്കണ്ട, അച്ഛൻ വന്നോളും. നന്ദേട്ടൻ കഴിക്ക. ആ, എടുത്തി ഇവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക. എനിക്ക് 2 ചപ്പാത്തി മതി മീരെ. നീ ഇതാരോടാ ഓർഡർ ചെയ്യുന്നത്? മീര എവിടെ വന്ന് നിൽക്കുന്നത് ആതിരയ്ക്കൊരു സഹായത്തിനാ, അല്ലാതെ നിനക്ക് പച്ചവളമ്പി തരാനല്ല. ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു, നീ ഇങ്ങോട്ട് വരുന്നു, ഓർഡർ ഇടുന്നു, കഴിക്കുന്നു, പോകുന്നു. മീര എവിടുത്തെ ഗസ്റ്റാ, പിന്നെ എല്ലാത്തിനും സഹായിക്കുന്നതേ ഉള്ളൂ. മീരെ, നീ എവിടെ ഇരിക്കും? അയ്യോ, സാരമില്ല, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. അതെ നന്ദേട്ടാ, അതാ പതിവ്. സച്ചേനും കൂടി വന്നോട്ടെ. പതിവൊക്കെ ഇപ്പൊ മാറുകയല്ലേ അർച്ചനെ? ഞാനിവിടെ ഇല്ലാതിരുന്നിട്ട് മൊത്തത്തിൽ താളം തെറ്റി കിടക്കുക. അർച്ചനെ മീതി അവിടെ ഇരുന്നേ. ഇരിക്കുന്നേ. അതെ, ഇനി അവന്തിക അവിടുന്ന് എഴുന്നേറ്റിട്ട് ഞങ്ങൾക്കൊക്കെ വിളമ്പി തന്നെ. ഞാനോ? നിന്റെ പേരല്ലേ അവന്തിക? നന്ദേട്ടാ, അത് വേണ്ട. എടുത്തേക്ക് ശീലമില്ലാത്തല്ലേ. ശീലല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ഇവിടെ ഉള്ളപ്പോ ഈ പറയുന്ന ജോലികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത ആളാ അവന്തിക. അർച്ചന വന്നതിന് ശേഷമാ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ മടി. ആ മടി നമുക്ക് ഇന്നത്തോടെ മാറ്റാം. നന്ദേട്ടനൊരു സൈക്കോ ആയിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. സൈക്കോ ഒന്നല്ലടാ, ഭാര്യ റൂട്ട് മാറുമ്പോ തന്നെ നമ്മളൊരു കൊട്ടും കൊടുത്ത് നേരെയാക്കിയാൽ പിന്നീട് നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ വരത്തില്ല. നീ പഠിച്ചു വെച്ചല്ല. നീ ഇതുവരെ വിളമ്പി തുടങ്ങിയില്ലേ? എനിക്ക് വിശക്കുന്നു. മതി മതി, അവർക്കൊക്കെ വിളമ്പിക്കൊടുക്കും. മതി.
മതി. അച്ഛന് കഞ്ഞെടുത്ത് കൊടുക്കാൻ വന്നിയേ. എടുത്തേ, അതങ്ങെടുത്ത് അവരെടുത്തോളും. എടുക്ക. നല്ലൊരു ഓംലേറ്റ് കിട്ടിയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. നന്ദേട്ടൻ ഓംലെറ്റ് വേണോ? ഞാനിപ്പോ ഉണ്ടാക്കി തരാം. അവിടെ ഇരിക്കും. അർച്ചന അവിടെ പോന്നു. അല്ല, ഓംലെറ്റ് ഉണ്ടാക്കി തരാം. അർച്ചന അവിടെ ഇരിക്കേ. എന്റെ ഭാര്യ എനിക്ക് ഉണ്ടാക്കി തന്നോളൂ. അർച്ചന ഓംലേറ്റ് ഉണ്ടാക്കി സച്ചിക്ക് കൊടുത്താൽ മതി. അവധി ഉണ്ടാക്കി എനിക്ക് തന്നോളൂ. അച്ഛാ, അച്ഛന് വേണോ ഓംലേറ്റ്? എനിക്ക് വേണ്ട. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട. വേറെ ആർക്കെങ്കിലും വേണോ? വേണ്ട. ആ, അപ്പൊ എനിക്ക് മാത്രം മതി. ചെല്ല വന്തി, നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവാ.
ഓംലെറ്റ് ആയില്ലേ ഇതുവരെ? അവളുണ്ടാക്കിക്കൊണ്ട് വരട്ടടാ. ആ, ദാ, ആഹാ, എല്ലാരും കഴിച്ചു കഴിയാറായില്ലേ? ഇനി അവന്തികതാ എന്റെ അടുത്ത് വന്നിരുന്നാട്ടെ. ഞാൻ പിന്നീട് കഴിച്ചോളാം. ആ, അവിടെ ഇരിക്കേ. എന്തിനാ വേറൊരു പ്ലേറ്റ്? നമുക്ക് ഇത് കഴിക്കാമല്ലോ. ആദ്യം നിന്റെ കൈ കൊണ്ടുണ്ടാക്കി എനിക്ക് കൊണ്ടുവന്ന ഓംലെറ്റ് തന്നെ നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. കഴിക്കെടുത്തി ഏട്ട സ്നേഹം കൊണ്ട് തരുന്നല്ലേ. കഴിക്കാവന്തികെ. ആ, വാ തുറക്ക്. ആ, ഏട്ടത്തേക്ക് നൊസ്റ്റാൾജി അടിച്ചു. കണ്ണു നിറഞ്ഞ് ഒഴുകുന്ന കണ്ടില്ലേ? എടാ പണ്ട് നമ്മൾ ഇങ്ങനെ ആയിരുന്നടാ. ഇനി എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ദാ, വാ തുറക്ക്. ആ, 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 അം. എന്റെ മക്കളുടെ സ്നേഹം കാണുമ്പോ എന്റെ മനസ്സ് നിറയുന്നുണ്ട്. എന്നും ഇതുപോലെ സ്നേഹിച്ച് മുന്നോട്ട് പോണം. അതാ എന്റെ ആഗ്രഹം. ഒന്നുകൂടെ തരട്ടെ? വേണ്ട. കുറച്ചുകൂടെ കഴിക്കാന്നേ. ആ, ആ കഴിക്കേ. ആ, ആ, മതി. പോരാ പോരാ, കുറച്ചുകൂടെ കഴിക്കാന്നേ. ആ, 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 അം. ഹേയ്.
ആഹാ, താനിതെല്ലാം കൂടി ഇട്ടോണ്ട് എവിടെ പോകുന്നു? അത് വെറുതെ എല്ലാം ഒന്നെടുത്ത് നോക്കാന്ന് കരുതി. പലപ്പോഴായി ഞാൻ തന്നെ തനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാ ഇതിൽ ചിലതൊക്കെ. ആ, കൊണ്ടുവന്ന് തരുമ്പോ അപ്പൊ എന്നെ കാണിക്കാൻ വേണ്ടി ഇടുന്നതല്ലാതെ പിന്നീട് ഇതൊന്നും താൻ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ സച്ചേട്ടാ ഇതൊക്കെ എപ്പോഴും ഇട്ടോണ്ട് നടക്കുന്നത്? ഒന്നാമതേ കൂടുതൽ സ്വർണ്ണം ഇട്ടോണ്ട് നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. തന്റെ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ ചില വിചിത്രമായ രീതികൾ. അതിന്റെ കൂടെ പുതിയതായിട്ട് ഒന്നുകൂടി സ്വർണം കൂടുതലിടുന്നത് ഇഷ്ടമല്ലാന്ന്. സച്ചേട്ടൻ പിന്നെ എന്തേ പറഞ്ഞു വരുന്നത്? ഞാൻ ഇതെല്ലാം ഇട്ടോണ്ട് എപ്പോഴും നടക്കണമെന്നാണോ? അല്ല, എന്തേലൊക്കെ ഫംഗ്ഷന് പോകുമ്പോ കുറച്ച് ഇടാലോ. ഞാൻ അങ്ങനെ നടക്കുന്നതാണോ സച്ചേട്ടന് ഇഷ്ടം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. താൻ തന്റെ ഇഷ്ടത്തിന് നടക്ക്, അതാ എനിക്കിഷ്ടം. ആ ദാ ഇതാണ്, ഈ ചിരിയില ഞാൻ അലിഞ്ഞു പോകുന്നത്. ഇന്നെന്താ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ. തന്റെ മുമ്പിൽ വരുമ്പോഴൊക്കെ എന്താന്നറിയില്ല, ഞാൻ ഈ മൂഡിലേക്ക് കൺവേർട്ടായി പോകും. അതെന്താവോ അങ്ങനെ? നല്ല ഭാര്യയുള്ള ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ. അതാ സച്ചേട്ടനും അങ്ങനെ. അത് പിന്നെ ഈ ചിരിക്കുന്ന മുഖം കണ്ട ആരാ അങ്ങനെ ആവാത്തത്? സ്നേഹിക്കുന്ന പുരുഷന്റെ വിജയോ ഏതൊരു സ്ത്രീയുടെയും ചിരിക്ക് പിന്നിലുള്ളത്. നമ്മൾ പരസ്പരം പൊക്കി പറയുന്നത് ഇപ്പൊ തൽക്കാലം നിർത്തുകയല്ലേ? അതാ നല്ലത്. ആ എങ്കിലേ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ. പറയൂ. നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും കൂടി ബാങ്കിൽ പോവാം. ബാങ്കിലോ? എന്തിനാ സച്ചേട്ടാ? ദാ ഈ ഇരിക്കുന്ന സ്വർണ്ണം എല്ലാം കൂടി എന്റെ ലോക്കറിൽ കൊണ്ടുവയ്ക്കാം. ഇതെന്തിനാ വെറുതെ ഇവിടെ ഇരുന്ന് പൊടിയടിക്കുന്നത്? എന്തായാലും താനിത് ഉപയോഗിക്കുന്നില്ല, പിന്നെ ഇത് ലോക്കറിലിരിക്കട്ടെ. അത് സാരമില്ല സച്ചേട്ടാ, ഇത് ഇവിടെ നമ്മുടെ അലമാരയിൽ ഇരുന്നോട്ടെ. എന്തായാലും താൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, അപ്പൊ പിന്നെ ബാങ്കിൽ സേഫായിട്ടിരുന്നോട്ടെ. എത്ര രൂപയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്നൊരു നയാ പൈസ പോലും കുറയാതെ നമ്മൾ നാളെ കൊടുത്തിരിക്കും. ഇത് അർച്ചന എടുത്തേക്ക് തരുന്ന വാക്കാ. എടുത്തി ധൈര്യമായിട്ടിരിക്കുക. നാളെ ഈ സമയത്തിന് മുമ്പേ തന്നെ ആ വലിയ കടം അർച്ചന തന്നെ തീർക്കും. വാക്ക്.